നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു യൂസർ ഇൻപുട്ട് എങ്ങനെ റീഡ് ചെയ്യാമെന്നാണ്. സോ നമ്മൾ ഇതുവരെ കൊടുത്തത് നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ തന്നെ നമ്മുടെ ഡാറ്റ നമ്മുടെ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുകയായിരുന്നു. ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെർമിനലിൽ നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്യും. അതായത് നമ്മുടെ പ്രോഗ്രാം ഉപയോഗിക്കുന്ന ആൾ യൂസർ നമ്മുടെ ഡാറ്റ അവരുടെ ഡാറ്റ എൻ്റർ ചെയ്യുന്നതായിരിക്കും. സോ ആ ഡാറ്റ ശേഷം നമ്മൾ നമ്മുടെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതായിരിക്കും. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പഠിക്കുന്നത് റീഡ് യൂസർ ഇൻപുട്ട്. സോ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു പേര് എൻ്റർ ചെയ്യുന്നു. ആ ഒരു പേര് നമ്മൾ ജസ്റ്റ് ടെർമിനൽ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം എക്കോ എൻ്റർ യുവർ നെയിം. ഓക്കെ, സോ നമ്മൾ ആദ്യം നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എൻ്റർ യുവർ നെയിം എന്ന് കാണിക്കും. സോ നമുക്കത് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം, അതെങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഉപയോഗിക്കുന്നത് റീഡ് എന്ന് പറയുന്ന കമാൻഡാണ്. സോ റീഡ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത ശേഷം നമ്മൾ കൊടുക്കേണ്ടത് വേരിയബിൾ നെയിമാണ്. ഏത് വേരിയബിളിലോട്ടാണ് നമുക്കത് സ്റ്റോർ ചെയ്യേണ്ടത്? നമ്മളിവിടെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ, നമുക്കിവിടെ വേരിയബിൾ നെയിം ഏത് വേണമെങ്കിലും കൊടുക്കാം. നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മൾ യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നമ്മൾ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി ആ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ ടെർമിനലിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ നമ്മളിവിടെ എക്കോ യുവർ നെയിം ഈസ് $name. സോ ഈ രീതിയിൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ നമ്മൾ ആ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യുവർ നെയിം ഈസ് നമ്മൾ എൻ്റർ ചെയ്ത നെയിം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയി നമ്മുടെ ടെർമിനൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. സോ എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കുന്നു. സോ നമ്മളിവിടെ ജസ്റ്റ് ജോൺ എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിവിടെ യുവർ നെയിം ഈസ് ജോൺ എന്ന് ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിലാണ് സിമ്പിളായിട്ട് നമ്മൾ ഒരു ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. സോ ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിതുപോലെ റൺ ചെയ്യുന്നു. നമ്മളിവിടെ അനിൽ എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ യുവർ നെയിം ഈസ് അനിൽ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇൻപുട്ട് ഡാറ്റ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് 2 സംഖ്യകൾ എൻ്റർ ചെയ്യാം. അതിൻ്റെ സമ്മ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഇത്രയും ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ എൻ്റർ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മളിതുപോലെ അത് ആദ്യത്തെ നമ്പർ നമ്മൾ റീഡ് നമ്പർ 1 എന്നതിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തെ നമ്പർ നമ്മൾ എക്കോ എൻ്റർ നമ്പർ 2. ഓക്കെ, അത് നമ്മൾ രണ്ടാമത്തെ നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോറി, നമ്മളിവിടെ നമ്പർ എന്നായിരുന്നു കൊടുത്തിരുന്നത്. സോ നമ്മൾ നമ്പർ എന്ന് കൊടുക്കുക. നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ ഇതിൻ്റെ സം കാണുന്നു. സോ നമ്മൾ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. സം ഈക്വൽ ടു നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെ കാണേണ്ടതെന്ന്. സോ നമ്മൾ $, ഡബിൾ ബ്രാക്കറ്റ് നമ്പർ 1 പ്ലസ് നമ്പർ 2 ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ശേഷം നമുക്ക് പ്രിന്റ് ചെയ്യണം. സോ നമ്മൾ എക്കോ സം ഈസ് $sum. ഈ ഒരു രീതിയിൽ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യം ടെർമിനൽ ക്ലിയർ ചെയ്യാം. ക്ലിയർ എന്ന് പറയുന്ന കമാൻഡ് എൻ്റർ ചെയ്യുക. ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ നമ്പർ 1 ഞാനിവിടെ 10 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളോട് എൻ്റർ നമ്പർ 2 ഞാൻ 20 എന്ന് കൊടുക്കുന്നു. സോ നമുക്കിവിടെ സം ഈസ് 10 എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. സോ എൻ്റർ നമ്പർ 1. ഓക്കെ, സോ നമ്പർ 1 നമ്മുടെ നമ്പർ 2യുടെ വേരിയബിൾ നമ്മൾ കൊടുത്തത് തെറ്റാണ്. ഇവിടെ നമ്പർ _2 എന്നായിരുന്നു. സോ നമ്മൾ Ctrl+S സേവ് ചെയ്ത് വീണ്ടും റൺ ചെയ്യാം. സോ നമ്മൾ വീണ്ടും റൺ ചെയ്യുന്നു. സോ എൻ്റർ നമ്പർ 1 ഞാനിവിടെ 20, നമ്പർ 2 ഞാൻ 30, സം ഈസ് നമുക്ക് 50 എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് 2 തുക എൻ്റർ ചെയ്ത് അതിൻ്റെ സമ്മ് കാണുന്നതിനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിലോട്ടുള്ള 2 ഡാറ്റയും 2 നമ്പർ നമ്മൾ എൻ്റർ ചെയ്തത് നമ്മുടെ ടെർമിനൽ വഴിയാണ്. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് ഡാറ്റ നമ്മുടെ പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യാം. അതുപോലെ നമുക്ക് മറ്റൊരു സിമ്പിൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. മറ്റൊരു സിമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളോട് ഒരു ഫോൾഡർ നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു ഫോൾഡർ നെയിം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ എക്കോ എൻ്റർ എ ഫോൾഡർ നെയിം.
ഓക്കെ, എൻ്റർ ചെയ്യുക ഫോൾഡർ നെയിം. സോ റീഡ് നമ്മൾ ഫോൾഡർ എന്ന് കൊടുക്കുന്നു. ഫോൾഡർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മളത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കറിയാം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡ് നമ്മൾ ലിനക്സ് കമാൻഡ് ലൈൻ പഠിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ mkdir നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ളത് ഡെസ്ക്ടോപ്പ് ഫോൾഡറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡെസ്ക്ടോപ്പിലായിരിക്കും നമ്മുടെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഫോൾഡർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ mkdir നമ്മൾ $, ഫോൾഡർ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ പാസ് ചെയ്യുന്നു. സോ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തൽക്കാലം ഇതോടെ മിനിമൈസ് ചെയ്യാം. സോ നമുക്ക് അവിടെ ഫോൾഡർ ക്രിയേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. സോ എൻ്റർ ഫോൾഡർ നെയിം എന്ന് നമ്മളോട് ചോദിക്കും. സോ ഞാനിവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. സോ ഞാനിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. നമ്മളൊരു ഫോൾഡർ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതേ പേരിലുള്ള ഒരു ഫോൾഡർ നെയിം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. യൂസർ ഇൻപുട്ട് വഴി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഇതിൽ ഉപയോഗിച്ച കമാൻഡ് എന്ന് പറയുന്നത് മേക്ക് ഡയറക്ടറി. സോ mkdir എന്ന് പറയുന്ന ഈ ഒരു കമാൻഡാണ് ഉപയോഗിച്ചത്. സോ അതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് എങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. സോ അത് വളരെ സിമ്പിളാണ്. സോ നമ്മൾ എൻ്റർ 3 നമ്പേഴ്സ് എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ 3 നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സോ നമ്മളിവിടെ എൻ്റർ 3 നമ്പേഴ്സ് എന്ന് കൊടുത്തു. സോ നമുക്ക് ഈ 3 നമ്പറും നമുക്ക് ഒരുമിച്ച് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ റീഡ് n1 അതുപോലെ n2 അതുപോലെ n3 ഇതുപോലെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ നമുക്കിതിൻ്റെ സം കാണണമെങ്കിൽ സോ നമുക്കിവിടെ എക്കോ നമുക്കിവിടെ $. സോ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ n1 പ്ലസ് n2 പ്ലസ് n3 സോ ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ ഇവിടെ വന്ന് റൺ ചെയ്യാം. ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പേസ് കൊടുത്ത് എൻ്റർ ചെയ്യുക. സോ നമ്മൾ 10 സ്പേസ് 20 സ്പേസ് 30 സോ മുഴുവൻ 3 നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക, എൻ്റർ. സോ നമുക്ക് 60 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 10 പ്ലസ് 20 പ്ലസ് 30 60 ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ഇതുപോലെ സിംഗിൾ ലൈനിൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇങ്ങനെ 2 ലൈനിൽ എഴുതുന്നതിന് പകരമായി നമുക്ക് ഒരൊറ്റ ലൈനിൽ എഴുതാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ -p എന്ന് കൊടുക്കുക. -p എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ 3 നമ്പേഴ്സ് എന്നതിന് എൻ്റർ 3 നമ്പേഴ്സ് എന്നത് എഴുതിയതിന് ശേഷം നമ്മളിവിടെ n1 n2 n3 എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ റീഡ് എന്നതിൻ്റെ ആവശ്യമില്ല, ഈ റീഡ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എക്കോക്ക് പകരമായി നമ്മളിവിടെ റീഡ് എന്ന് കൊടുക്കുക. എക്കോക്ക് പകരമായി റീഡ് എന്ന് കൊടുക്കുക, -p എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് മെസ്സേജാണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യേണ്ടത്, ആ മെസ്സേജ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വേരിയബിൾ നെയിംസ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒറ്റ ലൈനിൽ എഴുതാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ -p എന്ന് പറയുന്ന ഫ്ലാഗ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ കൊടുക്കാം. ശേഷം നമ്മൾ സെയിം പ്രോഗ്രാം ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ റൺ ചെയ്യുന്നു. സോ നമ്മളിവിടെ എൻ്റർ 3 നമ്പേഴ്സ് എന്ന് ചോദിക്കും. സോ ഞാനിവിടെ 10 20 40 കൊടുക്കാം, എൻ്റർ ചെയ്യാം. സോ നമുക്ക് 70 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് സെപ്പറേറ്റ് ലൈനിൽ നമുക്ക് എക്കോ റീഡ് അങ്ങനെ എഴുതുന്നതിന് പകരമായി നമുക്ക് റീഡ് എന്ന് എഴുതി -p കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന വാല്യൂം അതുപോലെ നമ്മുടെ വേരിയബിൾ നെയിം ഒറ്റ ലൈനിൽ നമുക്കിതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ ഇനി അതുപോലെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഉദാഹരണമായി നമ്മളിവിടെ എക്കോ യൂസർ നെയിം നമ്മൾ സാധാരണ കൊടുക്കുന്ന എക്കോ യൂസർ നെയിം. ഓക്കെ, അത് നമ്മൾ യൂസർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ എക്കോ പാസ്വേഡ് നമ്മളത് റീഡ് പാസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം നമ്മളിവിടെ ടെക് എന്ന് കൊടുക്കുന്നു. പാസ്വേഡ് നമ്മൾ 1 2 3 4 5 എന്ന് കൊടുക്കുന്നു. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ലിനക്സ് ഉപയോഗിച്ചിട്ട് ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് ഇവിടെ കാണിക്കില്ല. ഓക്കെ, ഹൈഡ് ആയിട്ടുണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെ നമുക്ക് പാസ്വേഡ് കാണിക്കാതിരിക്കാൻ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, സൈലന്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലോട്ട് മാറ്റേണ്ടതുണ്ട്. സോ അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ കാണിക്കുന്നതായിരിക്കില്ല. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഉദാഹരണമായി അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റീഡ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ
ഒരു -s കൊടുക്കുക, സൈലന്റ് മോഡ്. ഓക്കെ, -s കൊടുക്കുക, സേവ് ചെയ്യാം. സോ ഇനി നമുക്ക് ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. യൂസർ നെയിം ഞാൻ ടെക് എന്ന് കൊടുക്കുന്നു. പാസ്വേഡ് ഞാനിവിടെ 1 2 3 4 5 എന്ന് കൊടുക്കുന്നു. സോ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. സോ എൻ്റർ ചെയ്യുന്നു. സോ ഇനി നമുക്ക് എൻ്റർ ചെയ്ത കാര്യം ഒന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യം ഒരു എക്കോ, ജസ്റ്റ് ഒരു ലൈൻ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ എക്കോ യൂസർ, അതുപോലെ പാസ്, സേവ് ചെയ്യാം. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ യൂസർ നെയിം ഞാൻ ടെക്, പാസ്വേഡ് ഞാനിവിടെ 5 4 3 2 1 ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ കാണിക്കില്ല, കാരണം നമ്മളിവിടെ സൈലന്റ് മോഡ് -s കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ നമ്മളിവിടെ എക്കോ ചെയ്തപ്പോൾ ടെക് നമ്മുടെ യൂസർ നെയിം കാണിച്ചു, അതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് 5 4 3 2 1 കാണിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ -s എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാഗ് ഉപയോഗിക്കാം. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സൈലന്റ് മോഡിലായിരിക്കും. സോ നമുക്ക് എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ടെർമിനലിൽ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമുക്കിതുപോലെ -s എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ ടെർമിനലിൽ കാണിക്കുന്നതായിരിക്കില്ല. സോ ഇത്തരത്തിൽ നമുക്ക് ബാഷ് പ്രോഗ്രാമിൽ നമ്മുടെ ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ അത് റീഡ് ചെയ്യാനും സാധിക്കുന്നതാണ്.